നമുക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിട്ടും കോൺഫിഡൻ്റ്ലി ഫ്ലുവൻ്റ്ലി പറയാൻ സാധിക്കാത്തത് അല്ലേ? സോ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ റിയാലിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര വിസ്റ്റം ഉണ്ട്, നമ്മൾ എത്ര നോളജ് ആർജിച്ചാലും നമ്മുടെ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ട് ദാറ്റ് എന്നെ കൊണ്ട് സാധിക്കില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഇത് എവിടെ നിന്ന് വരുന്നു? ചെറുപ്പത്തിൽ ആദ്യമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്. ചിലപ്പോൾ തൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ തന്നെക്കാൾ നന്നായി സംസാരിക്കുന്ന അവസ്ഥയിൽ യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് ഐ എം സ്മോൾ, I am not good enough. അപ്പോൾ ആദ്യത്തെ എവിഡൻസ് ബ്രെയിൻ എടുത്തു. യുവർ ഫസ്റ്റ് എക്സ്പോഷർ ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് വാസ് നെഗറ്റീവ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മൈൻഡ് ഓൾറെഡി ഫിക്സേറ്റഡ് ആണ് ടു ഫൈൻഡ് അനദർ എവിഡൻസ് ബിക്കോസ് യു ഹാവ് ടു ഫീൽ യു ആർ റൈറ്റ് അല്ലേ? അപ്പം നെക്സ്റ്റ് ടൈം താൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കുന്നു, യു ആർ വെരി മോട്ടിവേറ്റഡ്, ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കാം. അഗൈൻ ഇതുപോലെ തന്നെ യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് അവൻ എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയും. ഹിപ്നോതെറപ്പി നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രിഗർ ചെയ്യുന്ന മെമ്മറീസിനെ നമ്മൾ റീറൈറ്റ് ചെയ്യും, റീവയർ ചെയ്യും. അവർക്ക് ദിസ് ഈസ് ഓൾ ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അത് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരും. ആ പ്രായം എന്തെന്ന് തിരിച്ചറിവ് കൊടുക്കും. എന്തുകൊണ്ടാണ് അന്ന് പറയാൻ പറ്റാത്തത് എന്ന് അവർക്ക് തിരിച്ചറിവ് വരുമ്പോൾ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഷുഡ് ലിമിറ്റ് മീ, ഇതെൻ്റെ പേടി മാത്രമാണ്, ഇത് ഞാൻ ആഗ്രഹിച്ചാൽ റീവയർ ചെയ്താൽ ഇറ്റ് ഈസ് ഓക്കെ എന്ന് ഒരു ബോധ്യം വരും. സോ ദാറ്റ് വേ ത്രൂ ഹിപ്നോതെറപ്പി യു ക്യാൻ tame your behaviors. Thank you.